നിർമ്മാണത്തിൽ റബ്ബർ ബിറ്റുമൻ ഉപയോഗിക്കുക തുടങ്ങി റബ്ബറുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുടെ എല്ലാം വാർത്ത പ്രത്യേകമായി നൽകിയിരിക്കുകയാണ് മനോരമ. ജനപക്ഷ യാത്രയുടെ ലഘുലേഖയിൽ സർക്കാരിന് പ്രശംസാ വർഷം എന്ന ശീർഷകത്തിൽ ഒരു വാർത്തയും മനോരമയുടെ ഉൾപേജിൽ. ഇത് നവംബർ 4-നാണ് VM സുധീറിൻ്റെ നേതൃത്വത്തിൽ ജനപക്ഷ യാത്ര ആരംഭിക്കാൻ ഇരിക്കുന്നത്. ഇതിനായി തയ്യാറാക്കിയ ലഘുലേഖയിൽ ഉമ്മൻചാണ്ടിക്കും സർക്കാരിനും വലിയ പ്രശംസ നൽകിയിരിക്കുന്നു KPCC. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ പുതിയ മദ്യ നയവും ലഹരിക്ക് എതിരെയുള്ള ക്യാമ്പയിനും ആണ്. ഇതിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടിയെയും സർക്കാരിനെയും പ്രശംസിക്കുന്നു ഈ ലഘുലേഖ. ഇനി മാതൃഭൂമിയിലെ ചില വാർത്തകൾ നോക്കാം. പ്രവാസി വോട്ടിന് ശുപാർശ എന്ന മുഖ്യ വാർത്ത. ഇത് പ്രവാസികളായ ഇന്ത്യക്കാർക്ക് രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം വിനിയോഗിക്കാനുള്ളൊരു അവസരം ഒരുങ്ങിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച സമിതിയുടെ നിർദ്ദേശം ആണ് പ്രവാസികൾക്ക് മുക്തിയാർ വോട്ടും ബാലറ്റ് വോട്ടും നൽകാവുന്നതാണ് എന്നാണ് ഈ സമിതിയുടെ ശുപാർശ. ഇത് മുക്തിയാർ വോട്ട് എന്ന് പറയുന്നത് സ്വന്തം വോട്ട് രേഖപ്പെടുത്താൻ മറ്റൊരാൾക്ക് അധികാരം, നമുക്ക് അത്രയും വിശ്വസ്തരായ ഉറ്റ ബന്ധുക്കളോ അല്ലെങ്കിൽ ഉറ്റ സുഹൃത്തുക്കളോ ആയ നമുക്ക് വിശ്വസ്തരായ മറ്റൊരാളെ സ്വന്തം വോട്ട് ചെയ്യാൻ അധികാരപ്പെടുത്തുന്നതാണ് മുക്തിയാർ വോട്ട്. അതുപോലെ തന്നെ ബാലറ്റ് വോട്ട് ഈ പ്രവാസി ഇന്ത്യക്കാർക്ക് ബാലറ്റ് പേപ്പർ ഇവിടെ നിന്ന് അയച്ചു കൊടുത്ത് ഇവർ മുൻകൂട്ടി വോട്ട് രേഖപ്പെടുത്തി തിരികെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ചു കൊടുക്കുന്ന രീതിയാണ് ബാലറ്റ് വോട്ട്. ഈ രണ്ട് തരത്തിലുള്ള വോട്ടുകൾ പ്രവാസി ഇന്ത്യക്കാർക്ക് പരിഗണിക്കാവുന്നതാണ് എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച സമിതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നു. പക്ഷേ ഇത് നടപ്പിൽ വരുത്തുമ്പോൾ 1951 ജനപ്രാതിനിധ്യ നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ടതുണ്ട്. തീർച്ചയായും വലിയ ഇന്ത്യയിൽ ജനപ്രാതിനിധ്യ മേഖലയിൽ ആ രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിക്കുന്നതാണ് ഈ പ്രവാസികൾക്ക് വോട്ട് അവകാശം എന്നുള്ള നിർദ്ദേശം. ഇനി ചില ഉൾപേജ് വാർത്തകൾ നോക്കാം. മാതൃഭൂമിയിൽ തൊഴിൽ പരിഷ്കരണ പരിപാടിക്ക് കേന്ദ്രം തുടക്കമിട്ടു എന്ന ശീർഷകത്തിൽ. ഇത് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില തൊഴിൽ പരിഷ്കരണ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് PF അംഗങ്ങൾക്ക് ഏകീകൃത നമ്പർ, തിരിച്ചറിയൽ നമ്പർ എന്നതാണ്. ഈ നമ്പർ ഇങ്ങനെ ഏർപ്പെടുത്തുന്നതിലൂടെ തൊഴിലാളികൾക്ക് ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റം കിട്ടിപ്പോയാലും ഈ ഏകീകൃത നമ്പറിൽ മാറ്റം സംഭവിക്കില്ല. PF ഇടപാടുകൾ തടസ്സം കൂടാതെ നടത്താനുള്ള സൗകര്യം ഒരുങ്ങും. ഇപ്പോൾ അതേസമയം ഇങ്ങനെ തൊഴിൽ നിയമങ്ങൾ ഈ തൊഴിൽ രംഗത്ത് ഉണ്ടാക്കുന്ന പരിഷ്കരണങ്ങൾക്ക് രാഷ്ട്രീയ കക്ഷികളുടെ അല്ലെങ്കിൽ സംഘടനകളുടെ കാര്യത്തിൽ ഇവർ ഒരു സമവായത്തിൽ എത്തിയിട്ടില്ല. അതിനു മുൻപ് തന്നെ ധൃതിപ്പെട്ട് പ്രധാനമന്ത്രി ഇത്തരം ഒരു തൊഴിൽ പരിഷ്കരണ നടപടിക്ക് മുതിരുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് ഉള്ള ഒരു അനുകൂല പരിസ്ഥിതി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ഈ റിപ്പോർട്ട് പറയുന്നു. വാൽ നക്ഷത്രത്തെ പേടിച്ച് മംഗൾയാൻ്റെ സ്ഥാനം മാറ്റി എന്ന വാർത്തയും മാതൃഭൂമിയിൽ. ഇത് ഈ വരുന്ന ഞായറാഴ്ച ഒരു വാൽ നക്ഷത്രം ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ പേടകമായ മംഗൾയാൻ്റെ പഥത്തിലേക്ക് അതിൻ്റെ അടുത്തുകൂടി വരുന്നു. ഏതാണ്ട് 57,000 കിലോമീറ്റർ അകലെ കൂടി ഈ വാൽ നക്ഷത്രം വരുന്നു. ഈ ഒരു പ്രതിസന്ധി ഘട്ടം, ഒരു അപകടസ്ഥിതി ഒഴിവാക്കുന്നതിന് വേണ്ടി മംഗൾയാൻ്റെ ഇപ്പോഴത്തെ ഭ്രമണ പഥത്തിൽ ചെറിയ ഒരു സ്ഥാന വ്യത്യാസം വരുത്തിയിരിക്കുന്നു ISRO. ഈ വാർത്തയും മാതൃഭൂമി നൽകിയിരിക്കുന്നു. ന്യൂസ് ടാക്ക് തുടരുന്നു. ഇനി ഇന്നത്തെ ചില പ്രധാന സാമ്പത്തിക വാർത്തകൾ നോക്കാം. കേരള കൗമുദിയുടെ വാണിജ്യ പേജിൽ ഓഹരി വിപണിയിൽ നഷ്ടത്തിന്റെ വെടിക്കെട്ട് എന്ന ശീർഷകത്തിലാണ് മുഖ്യ വാണിജ്യ വാർത്ത. ആഗോള ചലനങ്ങളുടെ ചുവട് പിടിച്ച് ഇന്ത്യയിൽ ഓഹരി വിപണി ഇന്നലെ കനത്ത നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. 350 പോയിന്റ് നഷ്ടത്തോടെ ബോംബെ ഓഹരി സൂചിക 25,999 ദേശീയ ഓഹരി സൂചിക 115 പോയിന്റ് ഇടിഞ്ഞ് 7,748 ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. 2 മാസങ്ങൾക്കിടെ സെൻസെക്സ് വ്യാപാരം പൂർത്തിയാക്കുന്ന ഏറ്റവും താഴ്ന്ന നിലയാണ് ഇത് എന്നും കേരള കൗമുദിയുടെ റിപ്പോർട്ട് പറയുന്നു. ഇതിൻ്റെ കാരണങ്ങളിലേക്കും ഈ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നുണ്ട്. അമേരിക്ക യൂറോപ്യൻ മേഖലകൾ അധിക സാമ്പത്തിക ചെലവുകളിലേക്ക് നീങ്ങുകയാണ് എന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെ വിലയിരുത്തലുകൾ നിക്ഷേപ മേഖലയിൽ വരുത്തിയ ചാഞ്ചാട്ടം ആണ് ഇപ്പോഴത്തെ ഈ നഷ്ടത്തിന് സാഹചര്യം ഒരുക്കിയത് എന്ന് കേരള കൗമുദിയുടെ ഈ റിപ്പോർട്ട് പറയുന്നു. മനോരമയുടെ സാമ്പത്തിക പേജിൽ ആകട്ടെ iPhone 6 ഇന്ത്യയിൽ എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഒരു മാസത്തെ കാത്തിരിപ്പ് സാർത്ഥകമാക്കിക്കൊണ്ട് iPhone 6 ഇന്ത്യൻ വിപണിയിൽ. ആദ്യ ബാച്ച് iPhone 6 കൊച്ചി, കോട്ടയം, തൃശ്ശൂർ എന്നിവിടങ്ങളിൽ അടക്കം രാജ്യത്തെ
200 നഗരങ്ങളിൽ ഇന്ന് പുലർച്ചെ 12-ന് ഉപയോക്താക്കളുടെ കൈകളിൽ എത്തി. മലയാളികളിൽ ഈ ഫോൺ ആദ്യം സ്വന്തമാക്കിയവരുടെ കൂട്ടത്തിൽ നടൻ മമ്മൂട്ടിയും ഉണ്ട് എന്ന് ഈ റിപ്പോർട്ട് സൂചിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ഐഫോൺ ലഭ്യമാകുന്ന സ്ഥലങ്ങളെക്കുറിച്ചും ഒക്കെ വലിയ സർവീസ് സെൻ്ററുകൾ എവിടെയാണ്, ഇത്തരം വിശദാംശങ്ങളൊക്കെ മനോരമ ഇതിനൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. അരവിന്ദ് സുബ്രഹ്മണ്യൻ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവാകും എന്ന വാർത്തയും സാമ്പത്തിക പേജിലാണ് മനോരമ നൽകിയിരിക്കുന്നത്. അതേസമയം മാതൃഭൂമിയുടെ വാണിജ്യ പേജിൽ LNG പൈപ്പ് ഇടലുമായി ബന്ധപ്പെട്ട ഈ പദ്ധതി വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നത് സംബന്ധിച്ച വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല പത്രങ്ങളും നൽകിയിരുന്നു. സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ പദ്ധതി കേരളത്തിന് നഷ്ടമാകും എന്ന് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ വാർത്തയാണ് മാതൃഭൂമി ഇന്ന് വാണിജ്യ പേജിൽ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത്. കേരളത്തിൽ ഒരുപക്ഷെ സ്ഥലമെടുപ്പ്, ഈ പൈപ്പ് ഇടാനുള്ള സ്ഥലമെടുപ്പ് നടപടികൾ വേഗത്തിൽ ആക്കുകയും പദ്ധതി പൂർണ്ണതോതിൽ ഉപയോഗിക്കാൻ ഉള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തില്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് ഈ പദ്ധതി ഒരുപക്ഷെ ബാംഗ്ലൂരിലേക്കോ മറ്റോ മാറ്റി സ്ഥാപിക്കേണ്ടി വരും എന്ന് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ പദ്ധതി പൂർണ്ണ തോതിൽ ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ട് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യക്കും LNGക്കും 700 കോടി രൂപയുടെ നഷ്ടം ആണ് ഇപ്പോൾ തന്നെ സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് LNGയെ സംബന്ധിച്ച ഈ വാർത്ത. ഇനി ചില മുഖപ്രസംഗങ്ങൾ നോക്കാം. കേരളമന്ത്രിയുടെ ഇന്നത്തെ മുഖപ്രസംഗം വകുപ്പുകളും റാങ്കും മന്ത്രിയുടെ ഞെട്ടലും എന്ന ശീർഷകത്തിൽ ആണ്. സംസ്ഥാനത്തെ സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ മികവിൻ്റെ റാങ്ക് പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. എക്സൈസ് വകുപ്പിനാണ് 1-ാം റാങ്ക്, ഗതാഗത വകുപ്പിന് 2-ാം സ്ഥാനവും പൊതുമരാമത്ത് വകുപ്പിന് 3-ാം സ്ഥാനവും. പ്രമുഖ വകുപ്പുകളിൽ ഒന്നായ റവന്യൂവിന് ലഭിച്ചത് 0. വേറെയുമുണ്ട് 0 മാർക്ക് ലഭിച്ച വകുപ്പുകൾ. ഇത് സംബന്ധിച്ച് റവന്യൂ വകുപ്പിൻ്റെ മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞത് അദ്ദേഹത്തിന് ഈ വാർത്ത വലിയ ഞെട്ടൽ ഉണ്ടാക്കി എന്നാണ്. റവന്യൂ വകുപ്പിൻ്റെ അതുപോലെ തന്നെ മറ്റ് സർക്കാർ വകുപ്പുകളുടെയൊക്കെ മികവിൻ്റെ ഗ്രേഡ് നിശ്ചയിച്ചത് എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് തനിക്ക് അറിയില്ല എന്നും അടൂർ പ്രകാശ് പറഞ്ഞു. റവന്യൂ വകുപ്പിൻ്റെ റാങ്ക് 0 അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയെന്നാണ് മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞത്. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വകുപ്പുകളെ വിലയിരുത്തുന്നത് എങ്ങനെ എന്നുള്ളത് സംബന്ധിച്ച് സാധാരണ ജനങ്ങൾക്ക് കൂടി ഒരു ബോധ്യം ഉണ്ടാകുന്നത് ഇക്കാര്യത്തിൽ നല്ലതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രേഡിങ്ങിൻ്റെ വിശ്വാസ്യത തന്നെ നഷ്ടമാകുമെന്നും കേരളകൗമുദി ഈ മുഖപ്രസംഗത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു. ജിഷ്ണു പോരാട്ടം തുടരുക എന്ന ശീർഷകത്തിലാണ് മനോരമയുടെ മുഖപ്രസംഗം ഇന്ന്. ലഹരി മരുന്നുകാർക്ക് കുട്ടികളെ വിട്ടുകൊടുക്കരുത് എന്ന ഹൈലൈറ്റ് ഇതിന് നൽകിയിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളിൽ പോലും ലഹരി ഉപഭോഗം വർദ്ധിച്ചു വരുന്നു എന്നത് ഈ നാടിൻ്റെ ഉറക്കം കെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. നാളെയുടെ പ്രതീക്ഷകളായ കുട്ടികളെ ഒരു കാരണവശാലും ലഹരിക്ക് വിട്ടുകൊടുക്കാൻ പാടില്ലെന്ന പ്രതിജ്ഞ ഒരേ സ്വരത്തിൽ കേരളത്തിൽ നിന്ന് മുഴങ്ങേണ്ടതുമാണ്. ഈ മുഖപ്രസംഗത്തിൽ ഈ ശീർഷകത്തിൽ സൂചിപ്പിക്കുന്ന ജിഷ്ണു കൊച്ചിയിൽ ഉദയംപേരൂരിൽ 2 ദിവസം മുൻപ് ഒരു സംഭവം ഉണ്ടായത് വലിയ വിവാദം ആയി വാർത്തകളിൽ ഉണ്ട്. സ്കൂളിൻ്റെ തൊട്ട് അടുത്ത് SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിയാണ് ഈ ജിഷ്ണു. സ്കൂളിന് തൊട്ടടുത്ത് പെട്ടിക്കടയിൽ ലഹരി മരുന്ന് വിൽപ്പന ഉണ്ട് എന്ന് അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥിക്ക് മർദ്ദനം ഏൽക്കുകയും ഇതിനെ തുടർന്ന് വലിയ പ്രതിഷേധം ഈ മേഖലയിൽ നടക്കുകയും ചെയ്തു. ജിഷ്ണു ആരംഭിച്ച ഈ പോരാട്ടം നമുക്ക് ഏറ്റെടുത്ത് തുടരാം എന്ന് മനോരമയുടെ മുഖപ്രസംഗം. മാതൃഭൂമിയിലാകട്ടെ സഹിച്ചു മടുത്തു, ഇനി വേണ്ടത് തീരുമാനം എന്ന ശീർഷകത്തിലാണ്. ഇത് മാതൃഭൂമിയുടെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമാണ് ഈ മുഖപ്രസംഗം. കരയുന്ന കുട്ടിക്ക് മാത്രമേ പാലുള്ളൂ എന്ന ചൊല്ലിന് എങ്കിലും ഇക്കാലത്ത് വലിയ അർത്ഥമില്ല. നല്ല ശുചിമുറികൾ ഇല്ലാത്തതുകൊണ്ട് സഹിച്ചു മടുത്തു എന്ന വർഷങ്ങൾ നീണ്ട കരച്ചിൽ കൊണ്ട് നമ്മുടെ നാട്ടിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല തുടങ്ങി വളരെ ദിവസങ്ങളായി മാതൃഭൂമി ഏറ്റെടുത്ത ഒരു ക്യാമ്പയിൻ. പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനത്തിനുള്ള വൃത്തിയുള്ള ശുചിമുറികൾ ഉണ്ടാകണം, അതിനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം തുടങ്ങി ഈ മാതൃഭൂമി നിർദ്ദേശിക്കുന്നത് MP ഫണ്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ എല്ലാ മേഖലകളിലും പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായ വിധത്തിൽ മലമൂത്ര വിസർജനത്തിനുള്ള പൊതു സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഇനി MP ഫണ്ട് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാവൂ എന്ന് ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. തീർച്ചയായും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ പ്രാധാന്യമുള്ളതാണ്, സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് പ്രാധാന്യമുള്ളതാണ് ഈ മുഖപ്രസംഗം. ഇനി ഇന്നത്തെ ചില പ്രധാന കായിക വാർത്തകളിലേക്ക്. കേരളകൗമുദിയുടെ കളിക്കളം പേജിൽ കൊൽക്കത്ത കിടിലൻ എന്ന മുഖ്യ ശീർഷകത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് സംബന്ധിച്ച വാർത്ത നൽകിയിരിക്കുന്നു. കൊൽക്കത്ത 2-0 നോർത്ത് ഈസ്റ്റിനെ കീഴടക്കി കൊൽക്കത്തയുടെ തുടർച്ചയായ 2ാം വിജയം എന്ന ഹൈലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ
അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയ്ക്ക് തുടർച്ചയായ രണ്ടാം ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് സൗരവ് ഗാംഗുലിയുടെ സ്വന്തം ടീം ഗംഭീര വിജയം ആഘോഷിച്ചത് എന്നും കേരള കൗമുദിയുടെ വാർത്ത. സ്വർണ്ണത്തളികയിൽ നീട്ടിയ ലോകകപ്പ് വേദി കേരളം തട്ടിത്തെറിപ്പിക്കുന്നു എന്ന ഒരു ശ്രദ്ധേയമായ വാർത്തയും കേരള കൗമുദി നൽകിയിട്ടുണ്ട്. ഇത് കൊച്ചിയിൽ നിന്ന് അർജുൻ ബാലുവിൻ്റെ റിപ്പോർട്ട് ആണ്. അണ്ടർ 17 ലോകകപ്പ് ഫുട്ബോളിന് വേദിയാവുക എന്ന സ്വപ്നതുല്യമായ അവസരത്തിന് നേരെ കേരളം മുഖം തിരിക്കുന്നു. ഫിഫ സംഘം അടിസ്ഥാന സൗകര്യങ്ങൾ പരിശോധിക്കാൻ ഡിസംബറിൽ എത്തുമെന്ന് അറിയിച്ചിട്ടും ഇതുവരെ യാതൊരു മുന്നൊരുക്കങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നും കേരള കൗമുദിയുടെ ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. കരുത്തോടെ കൊൽക്കത്ത എന്ന ശീർഷകത്തിലാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് സംബന്ധിച്ച വാർത്ത മനോരമ നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ 2-0 തോൽപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട സൂപ്പർ ലീഗിലെ സൂപ്പർ ഗോൾ എന്ന ശീർഷകത്തിൽ ഒരു അനുബന്ധ വാർത്തയും മനോരമ നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയിലാകട്ടെ കൊൽക്കത്ത വിജയക്കുതിപ്പിൽ എന്നാണ് കൊൽക്കത്തയുടെ 2ാം വിജയം വാർത്തയായി മാതൃഭൂമി ആഘോഷിച്ചിരിക്കുന്നത്. മെസ്സിയുടെ അരങ്ങേറ്റത്തിന് 10 വയസ്സ് എന്ന ശീർഷകത്തിൽ അർജന്റീന ക്യാപ്റ്റനും ലോകോത്തര സ്ട്രൈക്കറും ആയ മെസ്സിയുടെ കരിയർ സംബന്ധിച്ച ഒരു പ്രത്യേക വാർത്തയും അദ്ദേഹത്തിൻ്റെ ചിത്രം സഹിതം മാതൃഭൂമി നൽകിയിരിക്കുന്നു. ന്യൂസ് ട്രാക്കിൻ്റെ ഇന്നത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭവർത്തമാനങ്ങളുടെ ഒരു നല്ല ദിവസം എല്ലാ പ്രേക്ഷകർക്കും ആശംസിക്കുന്നു. നാളെ രാവിലെ 8:30 പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.